ജോണിച്ചേട്ടോ പിന്നെയും ജോണിച്ചേട്ടൻ ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അത് നല്ലതല്ലേ, നല്ല സമയം. ഹൈദരാലിയെ തന്നെ കാണണം. എന്നെ തന്നെ കാണണം. അജു സന്തോഷം. അതല്ലേ. അപ്പോൾ പുതിയ സിനിമ വീണ്ടും നമ്മൾ സിനിമയുടെ പ്രൊമോഷനിലേക്ക് എത്തുകയാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. എനിക്ക് സിനിമൻ്റെ തുടക്കം മുതൽ കുറേ കഥകൾ കേട്ടാണ് ഞാൻ പ്രൊഡ്യൂസറുമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ റിലീസ് ഞാനും നിന്ന് ഒരു പോസ്റ്ററൊക്കെ ഇട്ട് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയ സിനിമ കറക്റ്റ് ടൈമിങ്ങിലേക്ക് ഇലക്ഷനൊക്കെ നടക്കുന്നു, റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിന് കൂടെ നമ്മുടെ സിനിമയും റിലീസിന് ഒരുങ്ങുകയാണ്. ജോണി ചേട്ടാ എങ്ങനെയുണ്ട് ഈ സിനിമ? ഒന്ന് പറയും ഈ സിനിമയെക്കുറിച്ച്. ഇത് തീർച്ചയായിട്ടും ഒരു കുറച്ച് യുവാക്കളുടെ ഒരു സംരംഭമാണ്. അങ്ങോട്ട് മാറിയിരിക്കാം, വേറെ യുവാവിനെ അതല്ല, വേറെ കൊച്ചു അതങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളൊക്കെ സിനിമസൊക്കെ ചെയ്ത് തുടങ്ങുന്ന കാലത്ത് പോലെ അങ്ങനത്തെ ചെറുപ്പം. തീർച്ചയായിട്ടും അവരുടെ തന്നെ ഒരു വിശ്വാസവും അവരുടെ തന്നെ ഒരു ഉറപ്പും ഒക്കെയാണ് ഈ സിനിമ. അവർക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ടോട്ടാലിറ്റിയിൽ ഇപ്പം നമ്മളിപ്പോൾ 5 8 10 സീൻ അഭിനയിച്ച് പോകുന്നു, അവർ പറയുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോനെ അങ്ങനെ ചെയ്യാമോയെന്ന് ചോദിക്കുന്നു. ചിലപ്പോൾ അവർ പറയുന്നു കുഴപ്പമില്ല ചേട്ടാ ചെയ്തോളാൻ പറയുന്നു. ചിലപ്പോൾ പറഞ്ഞു ചേട്ടാ അത് വേണമെന്ന് ചോദിക്കുന്നു, വേണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൂർണ്ണമായും നമ്മൾ നിന്ന് കൊടുത്ത സിനിമയാണ്. കാരണം അത് അവർ ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട്. ഇപ്പോൾ സിനിമ കണ്ടവർ, ഞാൻ ടോട്ടാലിറ്റി കണ്ടിട്ടില്ല, കണ്ടവർ പ്രൊഡ്യൂസറടക്കം ഇത്ര നന്നായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കുട്ടികളുടെ സിനിമയുടെ ട്രെൻഡുണ്ട്. ഒരു വാഴ, അതുപോലെ തന്നെ പല്ലുട്ടി നന്നായിട്ട് പോകുന്നു. അപ്പം ഇത്തരം പടങ്ങൾക്ക് ഒരു ട്രെൻഡുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു സ്കൂൾ കാലം ആയിരിക്കില്ല ഇപ്പോഴത്തെ കുട്ടികളുടെ സ്കൂൾ കാലം, അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ ഇപ്പോഴത്തെ കാലഘട്ടവും അതിനെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ ഇവർക്ക് ഇവരുടെ പ്രായം കൊണ്ടും ഇവരുടെ അനുഭവ സമ്പത്ത് കൊണ്ടും സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് എൻ്റെ ഒരു മുഴുവൻ വിശ്വാസം. ഇതിലും അപ്പനാണോ? അല്ല, ഇതിനകത്ത് അധ്യാപകൻ. എനിക്ക് മക്കളുണ്ടാവും, അവരെ കാണിക്കുന്നില്ല. അപ്പൻ കഥാപാത്രങ്ങൾ ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻ്റർവ്യൂ പറഞ്ഞതിൽ ഒരു ലോഡ് അപ്പന്മാരാണ്. അല്ല, ഞാൻ പറഞ്ഞത് അതായത് ഞാനേ അപ്പൻ വേഷം വലിയ ആരും വലിയ ഇപ്പം ലാലിച്ചാനും രഞ്ജിയേട്ടനൊക്കെ ഇച്ചിരി അത്തയും വേഷം അങ്ങനെ അപ്പൻ വേഷം ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു അപ്പൻ, ആസ്ഥാന അപ്പൻ നമ്മൾ നിൽക്കുമ്പോഴോ ഒരു ലോഡ് നിറച്ച് കുറേ അപ്പന്മാർ. അവരെയൊക്കെ മിമിക്രിയൊക്കെ ചെയ്യുന്നവരവരൊക്കെ അവർക്ക് അങ്ങനെ ജീവിച്ചാൽ പോരെ. എന്തിനാ അപ്പം അപ്പന്മാർ ഇവരെ എല്ലാരും അപ്പന്മാരാട്ടോ. ഇപ്പൊ 3 പിള്ളേരുടെ അപ്പനായി സ്വർഗത്തില്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അറിയത്തില്ലതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ആ കഥാപാത്രങ്ങളിലേക്ക് യോജിച്ചു വരുന്നുണ്ട്. ഇവരൊക്കെ ആ പ്രായത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെയൊരു സെറ്റിലായി മാറണം. എന്തായാലും നല്ല സിനിമ. എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, അജുവിന്റെ കഥാപാത്രം സ്ഥാനാർത്ഥിയാണോ? ഞാൻ മാഷാണ്. മാഷന്മാരാണല്ലോ അതിനകത്ത്. മാഷ് നല്ല ഹ്യൂമർ ക്യാരക്ടർ, രസമുള്ള ഒരു ക്യാരക്ടറാണ്, ഇൻട്രസ്റ്റിംഗ് ഒരു ക്യാരക്ടർ. പിള്ളേരോടൊപ്പം രസിച്ച് ഉല്ലസിച്ച് കളിച്ചു പോകുന്നൊരു ക്യാരക്ടർ. സാറും ഞങ്ങളൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയുടെ എക്സ്പീരിയൻസ്? ജോണി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. ഇതിൻ്റെ ടീം ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയുന്നില്ല. വിനീഷാണ് ഡയറക്ടറെങ്കിലും വിനീഷ് മാത്രമായിട്ട് ഞങ്ങളാരും കണ്ടില്ല അദ്ദേഹത്തെ. അവരെ ഒരു ടീമായിട്ട് തന്നെ, ക്യാമറ എഡിറ്റ് ചെയ്യുന്ന ആള്, റൈറ്ററിൽ ഉള്ള ആൾക്കാർ, ഈ പിള്ളേരെ അഭിനയം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ട്യൂട്ടർ ഉണ്ടായിരുന്നു, ആക്ടിങ് ട്യൂട്ടർ, സാം എന്ന പുള്ളിയുടെ പേര്. ഈ ഫുൾ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒന്നിച്ചാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അവർക്ക് ഈ സിനിമ നന്നായിട്ട് അറിയാം. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ വന്ന് 5 6 7 സീൻ അഭിനയിക്കുന്ന നമുക്ക് മുഴുവൻ സിനിമയുടെ ടോട്ടാലിറ്റിയെക്കുറിച്ച് അവരുടെ അത്രയും ധാരണ ഉണ്ടാവില്ല എന്താണേലും. അപ്പം അവർ പറയുന്നതനുസരിച്ച് അവരോട് അഡാപ്റ്റ് ചെയ്ത് പോകാനാണ് ഞാനും ശ്രമിച്ചത്. പക്ഷെ അത് എനിക്ക് പേഴ്സണലി വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ലേണിംഗ് ആയിരുന്നു. സിനിമ രസമുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ ഭാഗ്യത്തിന് ഇപ്പോൾ വാഴയും ചേട്ടൻ പറഞ്ഞ പല്ലോട്ടിയൊക്കെ ഇപ്പോൾ എക്സ്പെരിമെൻറ്റ്സും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മലയാള സിനിമയായി മാറിയത് വളരെ ഒരു നല്ല കാര്യമാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഇപ്പോൾ റിലീസിന് ഒരുങ്ങുമ്പം, ഇപ്പം ഞാൻ പറയാൻ കാര്യം, ഇപ്പോൾ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഇതിൻ്റെ ആ റിസപ്ഷൻ കാണുമ്പം എനിക്ക് എപ്പോഴും സന്തോഷം, അതിശയം തോന്നിയിട്ട് ഞാൻ തന്നെ സംവിധായകനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട്, എടാ എനിക്ക് ചില മെസ്സേജ് വരുമ്പോൾ ഞാൻ വളരെ ഞെട്ടലോടെ, നീ എങ്ങനെയാണ് കാര്യം, അത് അവരുടെ വിഷനാണ്. ഇപ്പം ദുബായ് കാണാത്തൊരാൾ ദുബായ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
ദുബായ് ഉണ്ട് ആ പടത്തിൽ പറഞ്ഞ പോലെ. അതുപോലെ ഈ പുതിയ പുതിയ ആൾക്കാരുടെ പുതിയ പുതിയ വിഷൻ നല്ലതാകുമ്പം അത് ട്രെൻഡ് കാലത്തിനനുസരിച്ച് അംഗീകരിക്കപ്പെടും. അതിനോടൊപ്പം ഞങ്ങളെ അസോസിയേറ്റ് ചെയ്യാൻ അവർ വിളിച്ചതിൽ ഞാൻ പേഴ്സണലി നന്ദിയുള്ള ആളാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ജോണി ചേട്ടനാണെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ എടുക്കുന്നു, അജുവിന് അതിന് മുമ്പ് ഇൻ്റർവ്യൂ എടുക്കുന്നു, ഷൈ ചേട്ടൻ അതിന് മുമ്പ് ഇൻ്റർവ്യൂ എടുക്കുന്നു. ഇതൊക്കെ ഇപ്പം നിങ്ങളെല്ലാ സിനിമകളിലും ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്നുവെച്ചാൽ സിനിമയ്ക്ക് നിങ്ങളെ വേണം, ഒരു ഡയറക്ടർ വേണം, പ്രൊഡ്യൂസർ, അത് നിങ്ങളൊരു കഴിവ് കണ്ടെത്താണ്. പ്രേക്ഷകർ നിങ്ങളെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സിനിമയിലേക്ക് സെലക്ട് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ അജു ആണെങ്കിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സിനിമയിലും ഉണ്ട് അല്ലേ. ഒരുപാട് സിനിമ സ്വർഗത്തിലുണ്ട്, ആനന്ദ് ശ്രീബാലയിലുണ്ട്, ഇങ്ങനെ സിനിമകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത്. ഓരോ സിനിമകൾ വരുംതോറും നമുക്ക് ഭയമാണ്, ഈ സിനിമ ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ അടുത്ത സിനിമ ഏറ്റെടുക്കും. അത്തരമൊരു ഭയപ്പാട് എങ്ങനെയാണ് അജു കാണുന്നത്? ഭയം ഏറ്റെടുക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലം മുന്നേ തന്നെ പോയി. ഭയമില്ല. നല്ല സിനിമ ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈജാൻ്റെ എത്തിയോടെ ഭരതനാട്യം എനിക്ക് ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ഞാൻ ആസ്വദിച്ചൊരു സിനിമയാണ്. അത് പക്ഷേ OTT-യിൽ വൻ വിജയമാണ്. തിയേറ്ററിൽ അവർക്ക് തന്നെ അവർ പ്രതീക്ഷിച്ച റെസ്പോൺസ് വന്നില്ല എന്ന് പറഞ്ഞിരുന്നു. നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇന്ന് അത് എന്നാണെങ്കിലും റിസീവ് ചെയ്യും. സിനിമയുടെ സക്സസ് ഞാൻ മനസ്സിലാക്കുന്നത് ചെയ്യുന്ന ആ ആർട്ട് വർക്ക് പ്രേക്ഷകരിലെത്തി അവർ സന്തോഷിച്ച് തിരിച്ചവർ അവരുടെ സന്തോഷം പങ്കുവെക്കുമ്പോഴാണ് ആ പ്രൊഡക്റ്റിന് ആ സർക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അത് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിപ്പോൾ എൻ്റെ ഇടയ്ക്ക് റെഫറൻസ് ആയിട്ട് പറയുന്നത് സാജൻ ബേക്കറി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഭാഗമായ സിനിമ. അന്ന് തന്നെ എല്ലാവരും കൂടെ കൊന്ന സിനിമ. അപ്പോൾ ഞാൻ വിശ്വസിച്ചു അതൊരു മോശം സിനിമയായിരിക്കും. അങ്ങനെ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അതൊരു മോശം സിനിമ. അപ്പോൾ എല്ലാവരും കൊണ്ട് പറഞ്ഞു തെണ്ടി അതൊരു നല്ല സിനിമയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ നല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും മോശമല്ല എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അതിൻ്റെതായ സമയം വരുമ്പോൾ അതൊക്കെ അംഗീകരിക്കപ്പെട്ടോളൂ. ഇപ്പൊ അരുൺ ചന്ദ്രന് ഗഗനചാരി വർക്കായപ്പോ സാജൻ ബേക്കറി നന്നായി. അവിടെയാണ് ഈ സിനിമ ഒന്നും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റും. ആപേക്ഷികമാണ് എല്ലാം. എങ്കിലും ഏറ്റവും സന്തോഷം ഒരു സിനിമാ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ സിനിമ ഓടി കാണുമ്പോഴാണ്. നമ്മൾ എത്ര ഇങ്ങോട്ട് OTT നല്ല അഭിപ്രായം പറയാലും ഇപ്പം നമ്മൾ തിയേറ്ററും കൂടെ സക്സസ് ആകുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം കുറേ പടങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. തിയേറ്റർ കുറേ കൂടെ ഓടേണ്ടതായിരുന്നു. ഈ പറഞ്ഞ പോലെ ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞാലും ഞാനും സൈജുമൊക്കെ ചെയ്ത കുറേ ഒന്നിച്ച് ചെയ്ത പടങ്ങളുണ്ട്, അല്ലാത്ത പടങ്ങളുമുണ്ട്. ഉറപ്പായിട്ടും OTT റെസ്പോൺസ് കണ്ടാൽ നമുക്കറിയാം തിയേറ്ററിൽ ഓടേണ്ടതായിരുന്നു. കൂടെ വന്ന വലിയ പടങ്ങളുടെയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ പടങ്ങളുടെയോ ഒഴുക്കിൽപ്പെട്ട് പോയ സിനിമകളാണ് തിയേറ്ററിൽ നിലനിർത്താൻ പറ്റാതെ ഒരു മിനിമം ഓഡിയൻസ് വരികയും ഒന്ന് ശ്വാസം വിട്ടു തുടങ്ങുമ്പോഴേക്കും അടുത്ത സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ താരതമ്യേന വലിയ താരങ്ങളല്ലാത്ത സിനിമകൾക്ക് മാറേണ്ട അവസ്ഥ വരും. അതാരെയും കുറ്റം പറ്റുകയില്ല, അത് കാലം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പെട്ടുപോകുമ്പോൾ അങ്ങനത്തെ പടങ്ങൾ മാറിപ്പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. തിയേറ്ററിൽ കുറെ കൂടെ കലക്ട്, കാരണം തിയേറ്റർ റവന്യൂവാണ് നമുക്ക് മെയിനായിട്ടും ഇനിയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്തരം തിയേറ്റർ സിനിമകൾ തന്നെ ഉണ്ടാവണം. ഇപ്പോൾ വാഴയൊക്കെ ഓടിയത് പലരും ഓടുന്നത് ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. കാരണം ഒരു ആത്മവിശ്വാസം അതിൻ്റെ നിർമ്മാതാക്കൾക്ക് നൽകും. പിന്നെ അജു ആണ് എന്നോട് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് ചേട്ടാ ചെയ്യണമെന്ന് പറയുന്നത്. ഇതിൻ്റെ നിർമ്മാതാക്കളെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വളരെ സൈലൻ്റായിരിക്കും. ഈ കുട്ടികൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകം ഒരു ഇഷ്ടം തോന്നിയ നിർമ്മാതാക്കളാണ്. കാരണം ഒരു തരത്തിലും ഇപ്പോൾ റാഫിലൊക്കെ പറയുന്ന ആൾ പുള്ളി വളരെ സിൻസിയറായിട്ട് വീടേനെ വിളിച്ചപ്പോഴും പറഞ്ഞു ചേട്ടാ പടം നന്നായി വന്നിട്ടുണ്ട് ചേട്ടാ ഒന്നും. ഞാൻ പറയാം ചിലപ്പം ഒരു ദൈവാനുഗ്രഹത്താൽ നമുക്ക് എല്ലാ പടവും നമ്മൾ ഓടണമെന്ന് ആഗ്രഹിക്കും, നമ്മൾ ഇതും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. മുടക്ക് മുതൽ അല്ലെങ്കിൽ ലാഭം അദ്ദേഹത്തിന് തിരിച്ച് കിട്ടട്ടെ.